പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യാം. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഡിതാജ്ഞവർഫേഡ് എന്ന തിരുവചന ഗ്രൂപ്പ് വഴി ഈ പ്രഭാതത്തിലും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനവും സ്നേഹവും അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല രാവിലെ സമയത്തെ ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കപ്പെട്ട നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ഈ വേഡിതാജ്ഞവർഫേഡ് എന്ന ഗ്രൂപ്പിനായി, ഈ തിരുവചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ഗ്രൂപ്പിന് അഡ്മിൻ കർത്താവെ പാസച്ചിബിൻ അവരുകളെയും എല്ലാ മെമ്പേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വർഗം സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയും അനുഗ്രഹമാക്കണം. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. ദൈവകൃപയും ഞങ്ങളെ മറയ്ക്കണം. കഷ്ടതയിലും പ്രശ്നങ്ങളിലും വേദനയിലുമൊക്കെ ആയിരിക്കുന്ന അനേക ജനലക്ഷങ്ങളുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവിക വിടുതലും ദൈവകൃപയും ധാരാളമായി പകരണം. ഇന്നത്തെ ശുശ്രൂഷയിലും മഹത്വം വെളിപ്പെടണം. കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥനയിടത്തിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ യേശുവിൻ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും യേശു പറഞ്ഞ ഒരു ഉപമയെ ഓർപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചു കൊണ്ടിരുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷ പുസ്തകങ്ങളിലുള്ള ഉപമകളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നുവല്ലോ. ഇന്നും സ്തോത്രം ഒരു ഭാഗം മാത്രം പറഞ്ഞ് ശാന്തമായ രീതിയിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിന് ഒക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ ഈ ഉപമ വളരെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലും ദൈവസന്നിധിയിലുള്ള നമ്മുടെ മനോഭാവത്തോടുള്ള ബന്ധത്തിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉപമയാണ് യേശു ഇവിടെ പറയുന്നത്. തങ്ങൾ നീതിമാന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ നീതിമാന്മാരെന്ന് മനുഷ്യന് മുമ്പിൽ നടിക്കുന്ന, അഭിനയ ജീവിതം കാഴ്ചവെക്കുന്ന പരീശ ഭക്തന്മാർക്കെതിരെ എന്നും യേശു വചനത്തിൻ്റെ വാളോങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കപടഭക്തി യേശു കർത്താവ് ഏറ്റവും വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാണ് കപടഭക്തി. ഹല്ലേലൂയ. കപടഭക്തിയോടുകൂടെ ജീവിക്കുന്നത് യേശു ഒരിക്കലും സ്വീകരിച്ചിരുന്നില്ല. ഇവിടെയും അതുതന്നെയാണ് കാണുന്നത്. നീതിമാൻ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുക, മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവരുടെ ബലഹീനതകളെ എടുത്തു പറഞ്ഞ്
തങ്ങളുടെ നീതിപ്രവർത്തികളെ ശ്രേഷ്ഠമായി പറഞ്ഞ് പരീശ ഭക്തരായി ജീവിക്കുന്നവർ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതിനെതിരെ കർത്താവ് എപ്പോഴും ശബ്ദം ഉയർത്താറുണ്ട്. ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, രണ്ടുപേർ പ്രാർത്ഥിക്കുവാൻ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചേ. അവിടെ എഴുതിയിരിക്കുന്ന പദം തന്നോട് തന്നെ പറയുകയാണ് എന്ന് പറഞ്ഞാൽ, തന്നെ ദൈവമുമ്പാകെ വെളിപ്പെടുത്തേണ്ടവൻ തൻ്റെ ഉള്ള അവസ്ഥ അറിയുന്ന ദൈവത്തിന് മുമ്പാകെ വെളിപ്പെടുത്തേണ്ടവൻ അതിന് തുനിയാതെ തന്നെ തന്നെ ന്യായീകരിക്കുകയും തന്നെ തന്നെ നീതീകരിക്കുകയും തന്നെ തന്നെ ശ്രേഷ്ഠനായി എണ്ണുകയും ചെയ്യുന്നു. എന്നാൽ ആ ഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പരീശൻ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, അതുപോലെ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. താൻ പറയുകയാണ്, ഞാൻ വ്യഭിചാരികളെ പോലെയോ, എടുത്തു പറയുന്നു മറ്റു മനുഷ്യരെ പോലെയോ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, തന്നെ കഴിഞ്ഞിട്ട് ഒരു നീതിമാൻ വേറെ ഇല്ലെന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്, മനോഭാവത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. താനല്ലാതെ നീതിമാൻ വേറെ ഇല്ല, താനല്ലാതെ ഒരു വിശുദ്ധൻ വേറെ ഇല്ല, താനല്ലാതെ നീതിമാൻ വേറെ ഇല്ലെന്നുള്ള മനോഭാവത്തോടുള്ള പ്രാർത്ഥന. ഇത് കർത്താവ് ഏറ്റവും വെറുക്കുന്നൊരു കാര്യമാണ്. കർത്താവിൻ്റെ ശുശ്രൂഷകളിലും കർത്താവ് അത് ശക്തമായി പല സമയങ്ങളിൽ പറഞ്ഞതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. തെരുക്കോണുകളിൽ നിന്നുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ സ്വയം നീതീകരിച്ചുള്ള പ്രാർത്ഥനകളുമൊക്കെ കർത്താവ് വെറുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു അപ്പോഴെല്ലാം പറയുന്നുണ്ട്, നിങ്ങൾ അവരെ പോലെ ആകരുത്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവീൻ, അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് താനും, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. ഉണ്ടോ? സ്തോത്രം. അടുത്ത എഴുതിയിരിക്കുന്നു, അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്ര ചെയ്യുന്നത്. ദൈവം കപടഭക്തിയെ വളരെ വെറുത്തു. ഒരിക്കലും കപടഭക്തിക്ക് യേശു സ്ഥാനം കൊടുത്തിരുന്നില്ല. ഇവിടെ ഈ മനുഷ്യൻ സ്വയം നീതീകരിച്ചും ന്യായീകരിച്ചും താനാണ് ശ്രേഷ്ഠൻ, താനാണ് നീതിമാൻ, താനാണ് വിശുദ്ധൻ, തന്നെ പോലെ ഭൂമിയിൽ ഒറ്റ വ്യക്തിയില്ലെന്ന് സ്വയം നീതീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ ഒന്ന്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ താൻ പറയുന്നു, തന്നോട് തന്നെ പറയുന്നു. 2, കർത്താവിനോട് പറയുന്നു, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, എനിക്ക് ലഭിക്കുന്നതിലൊക്കെയും ഞാൻ പദാരം കൊടുക്കുന്നു, അതിനൊന്നും ഒരു കുറവുമില്ല. സ്തോത്രം. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല, അതിനപ്പുറം. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ നിന്നുള്ളൊരു വിശുദ്ധിയാണ്. ഹൃദയത്തിൽ നിന്നുള്ളൊരു വിശുദ്ധി. ഒരു പക്ഷേ ആ വ്യക്തിയെ ലോകം അറിയത്തില്ലായിരിക്കാം, ആ വ്യക്തിയെക്കുറിച്ച് ലോകത്തിന് വലിയ സ്തോത്രം പരിചയമുണ്ടാകത്തില്ല, ആ വ്യക്തി ആരും അറിയത്തില്ലെങ്കിലും ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന, മനസ്സ് തുറന്നുള്ള പ്രാർത്ഥന വ്യക്തിത്വത്തെ ദൈവമുമ്പാകെ വെളിപ്പെടുത്തിയുള്ള പ്രാർത്ഥന, അതിലാണ് ദൈവത്തിന് പ്രസാദം. നമ്മുടെ ഉള്ള അവസ്ഥ വെളിപ്പെടുത്തിയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ കുറവുള്ളവരായിരിക്കാം.
കുറ്റമുണ്ടാകാം, തെറ്റുകളുണ്ടാകാം. പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ സ്തോത്രം വിമോചനമുണ്ട്. ഹല്ലേലൂയ. നമ്മെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ യേശു ഇവിടെ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യം: ഒന്ന്, സ്വയം നീതീകരിക്കുവാൻ പാടില്ല. രണ്ട്, തന്നെത്താൻ ദൈവം മുമ്പാകെ താഴ്ത്തണം. സ്തോത്രം. തന്നെത്താൻ ദൈവം മുമ്പാകെ താഴ്ത്തുക. ഇന്നലെ ഞാൻ ഓർപ്പിച്ചു ഏലിയാവിൻ്റെ കാര്യം, തന്നെത്താൻ സ്തോത്രം. ആഹാബിൻ്റെ കാര്യം, തന്നെത്താൻ താഴ്ത്തി. ന്യായവിധിയുടെ ദൂത് കേട്ടപ്പോൾ നിനവേ പട്ടണം തന്നെത്താൻ താഴ്ത്തി. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ താഴ്ത്തുവാനൊരു മനസ്സുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതത്തിന് വിധേയപ്പെടുവാനൊരു മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അല്ല മറിച്ച് സ്വയം നീതീകരിക്കാനും എന്നിലെന്താണ് തെറ്റ്, എന്നിലെന്താണ് കുറ്റങ്ങൾ, എന്നിലെന്താണ് കുറവുകൾ, ഞാൻ നീതിമാനല്ലേ, ഞാൻ അവരെ പോലാണോ, ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ അശുദ്ധമായതിലൊന്നും ഇടപെടുന്നില്ല, ഞാൻ വിശുദ്ധനാണ് എന്ന് പറഞ്ഞ് സ്വയം നീതീകരിക്കുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും ദൈവസന്നിധിയിൽ വരുമ്പോൾ താഴ്മയോടും വിനയത്തോടും വിധേയത്വത്തോടും ദൈവം മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ അവരെയാണ് കർത്താവ് ഉയർത്തുന്നത്. സ്തോത്രം. വചനം പറയുന്നുണ്ടല്ലോ, നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു. എന്നെ കൊണ്ട് കഴിയും, ഞാൻ ആരാണെന്നറിയാമോ? സ്തോത്രം. എനിക്ക് കഴിവുണ്ട്, അവരെ പോലൊന്നുമല്ല ഞാൻ. ഹല്ലേലൂയ. അങ്ങനുള്ള നിഗളഭാവങ്ങളുമായി നടക്കുന്നവർ ഒരിക്കലും ഉയർച്ച പ്രാപിക്കത്തില്ല. എന്നാൽ കർത്താവേ, തെറ്റുകളുണ്ട് കർത്താവേ, കുറവുകളുണ്ട് കർത്താവേ, ബലഹീനതകളുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് സ്വയം തെറ്റുകളെ സമ്മതിക്കുവാൻ മനസ്സുള്ളവരോടായി ദൈവത്തിൻ്റെ ആലോചനയാണ് അവരെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. തിരുവചനത്തിൽ എവിടെയെല്ലാം ഉയർത്തപ്പെട്ടവരുണ്ടോ അവരെല്ലാം ദൈവസന്നിധിയിൽ വിധേയപ്പെടുന്നവരായിരുന്നു. ദൈവസന്നിധിയിലും അധികാരങ്ങൾക്കും വിധേയത്വമുള്ളവരായിരിക്കണം, കീഴ്പ്പെടുവാൻ മനസ്സുള്ളവരായിരിക്കണം. ദൈവവചനത്തോടും ദൈവം വെച്ച വ്യവസ്ഥകളോടും എതിർക്കുന്നവരെ ദൈവം ഒരിക്കലും ഉയർത്തത്തില്ല. വ്യക്തമായ തെളിവാണ് സ്വതന്ത്രം നെബൂഖദ്നേസർ രാജാവിൻ്റെ കാര്യം. തൻ്റെ ഹൃദയത്തിൽ താൻ പറഞ്ഞു, ഇതെന്റെ ധനമഹാത്മ്യത്തിനായി, എൻ്റെ പ്രതാപത്തിനായി ഞാൻ പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് പറഞ്ഞ് ആ വാക്ക് വായിലിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരം അവൻ്റെ നേരെ വന്നു. 7 വർഷം പുല്ല് തിന്നുന്ന മൃഗത്തെ പോലെ മഞ്ഞുകൊണ്ടു. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുത്തു വരുമ്പോൾ സ്വയം നീതീകരണങ്ങൾ പറഞ്ഞും ന്യായീകരണങ്ങൾ പറഞ്ഞും നമ്മുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞും നമ്മുടെ മിടുക്കുകൾ പറഞ്ഞും ഒന്നും സ്വയം ന്യായീകരിക്കുവാൻ നിൽക്കാതെ ജീവിതത്തിൻ്റെ കുറവുകളും തെറ്റുകളും ദൈവം മുമ്പാകെ ഏറ്റുപറഞ്ഞ്, ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. സ്തോത്രം. ഞാൻ തിരുവചനം ചിന്തിച്ചപ്പോൾ നെഹമ്യാവ് എന്തു പാപം ചെയ്തു, ദാനിയേൽ എന്തു പാപം ചെയ്തു, പക്ഷേ അവരുടെയൊക്കെ പ്രാർത്ഥന കേട്ടാൽ നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായവും ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായവും മനസ്സിരുത്തി നമ്മളൊന്ന് വായിച്ചാൽ സ്തോത്രം നമ്മൾ ചിന്തിക്കാം, എന്തൊക്കെ പാപങ്ങളായിരിക്കും അവർ ചെയ്തത്. സ്തോത്രം. ദൈവത്തോട് അങ്ങ് കൂടെ ക്ഷമ ചോദിക്കുക, ദൈവത്തോട് കൂടെ ചോദിക്കുക, ദൈവമേ, തെറ്റ് സംഭവിച്ചു, ഞാനും എൻ്റെ പിതൃഭവനവും തെറ്റ് ചെയ്തു, ഞാനാണ് തെറ്റുകാരൻ. പക്ഷെ അവർ തെറ്റ് ചെയ്തിട്ടില്ല. അവരുടെ താഴ്മയുടെയും വിനയത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും അടയാളമാണ് അവിടെ വെളിപ്പെട്ടത്. അതുകൊണ്ട് അവരൊക്കെ ഉയർത്തപ്പെട്ടു. സ്തോത്രം. ഇവിടെ പരീശൻ വന്നു നിന്ന് പറഞ്ഞു, സ്വയം ന്യായീകരിച്ചു, പക്ഷെ അവനൊന്നും ലഭിച്ചില്ല. എന്നാൽ സ്തോത്രം, ചുങ്കക്കാരൻ, സമൂഹത്തിൽ വെറുക്കപ്പെട്ടവൻ, അതിന് കാരണം അന്ന് പല ചുങ്കക്കാരും അന്യായമായി ചുങ്കം വാങ്ങിയിരുന്നു. ജനത്തിൽ നിന്നും, വിധവമാരിൽ നിന്നും, ഏഴകളിൽ നിന്നും ഒക്കെ അന്യായമായി വാങ്ങിയവർ തങ്ങൾക്ക് വേണ്ടി ചേർത്ത് വെച്ചു.
അതിനുദാഹരണമാണല്ലോ സഖായി. എന്നാൽ അതുകൊണ്ട് സമൂഹത്തിൽ അവരെ യേശുവിൻ്റെ ഉപമകളിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ സ്വതന്ത്രം പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചുങ്കക്കാരും പാപികളും, ചുങ്കക്കാരും വേശ്യകളും, ഇങ്ങനെ ആ കാറ്റഗറിയിൽ ചുങ്കക്കാർ ഉൾപ്പെട്ടുന്ന ഒരു കാലമായിരുന്നു അത്. എന്നാൽ ചുങ്കക്കാരൻ വന്നു നിന്നിട്ട് മാറത്തടിച്ചു, സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും അവൻ മനസ്സ് വെച്ചില്ല എന്ന് പറഞ്ഞാൽ അവന്റെ മനോഭാവം അതാണ്. സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ഞാൻ യോഗ്യൻ അല്ല. നമ്മുടെ യോഗ്യതകൾ കർത്താവിന് മുമ്പിൽ നിരത്തുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ അയോഗ്യതകൾ കർത്താവിനോട് പറയാൻ. കർത്താവേ, ഞാൻ നല്ലവണ്ണം പ്രസംഗിക്കുന്നു, ഞാൻ നല്ലവണ്ണം പാടുന്നു, ഞാൻ നല്ലവണ്ണം അധ്വാനിക്കുന്നു. കർത്താവേ, ഞാൻ ഇന്നിന്ന കാര്യം കർത്താവിന് വേണ്ടി ചെയ്തു, കൺവെൻഷൻ നടത്തി, സ്തോത്രം, പ്രാർത്ഥന നടത്തി, ഉപവാസം നടത്തി, സ്തോത്രം. ഇതൊന്നും പറഞ്ഞ് സ്വയം നീതീകരിക്കാനല്ല. ഇന്ന വ്യക്തിയെ കണ്ടോ അവർ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന വ്യക്തിയെ കണ്ടോ അവർ ഉപവസിക്കുന്നില്ല, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. ഇതൊന്നും സ്വയം പറഞ്ഞ് നമ്മൾ ആശ്വസിച്ചും ദൈവത്തിന് മുമ്പാകെ നമ്മുടെ നൽപ്രവർത്തികളെ വെളിപ്പെടുത്തുവാനുമല്ല. ഏത് സമയത്തും ദൈവം മുമ്പാകെ വരുമ്പോൾ വളരെ താഴ്മയോടും വിധേയത്വത്തോടും വിനയത്തോടും കുറവുകളെ ഏറ്റുപറഞ്ഞ്, സ്തോത്രം, നമ്മൾ എത്രമാത്രം നമ്മെ നീതീകരിക്കുവാൻ നോക്കിയാലും, സ്തോത്രം, സ്വയം നീതീകരണം ഒരിക്കലും നമുക്ക് ലഭിക്കത്തില്ല. ദൈവം നീതീകരിച്ചാൽ മാത്രമേ നമ്മുടെ മേൽ നീതീകരണം വെളിപ്പെടത്തുള്ളൂ. ഇവിടെ ചുങ്കക്കാരൻ മാറത്തടിക്കുന്നു, സ്വർഗത്തിലേക്ക് പോലും നോക്കുന്നില്ല. അവൻ ദൂരത്തിൽ നിൽക്കുകയാണ്. വചനം അങ്ങനെ പറയുന്നു. അവൻ ദൂരത്തിൽ നിന്നുകൊണ്ട് അവൻ വിളിക്കുന്ന ഒരു, സ്തോത്രം, കാര്യമുണ്ട്. ദൈവമേ, കണ്ടോ, അവൻ വിളിക്കുക, ദൈവമേ. സ്തോത്രം, വിളി കേൾക്കുമ്പോൾ അറിയാം താഴ്മയുണ്ടോ, വിധേയത്വമുണ്ടോ, വിനയമുണ്ടോ എന്ന്. സ്തോത്രം. ദൂരത്തിൽ നിന്ന് വിളിക്കുക, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഇതാണ് ദൈവസന്നിധിയിൽ ഓരോ ദൈവ പൈതലിനും വേണ്ടിയത്. സ്തോത്രം. ശ്രേഷ്ഠത പറയുവാൻ അനവധി കാര്യങ്ങൾ ഉണ്ടാകാം. എങ്കിലും ദൈവസന്നിധി വരുമ്പോ, സ്തോത്രം, ഞാൻ ആരാണെന്നറിയാമോ, എൻ്റെ കുടുംബം എന്താണെന്നറിയാമോ, ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. നമ്മുടെ സബ്ജക്റ്റ് ദൈവസന്നിധി വരുമ്പോൾ ഏതൊരു വ്യക്തിയും താഴ്മ ധരിച്ചിരിക്കണം. ദൈവസന്നിധി വരുമ്പോൾ മാത്രമല്ല, മറ്റു സമയങ്ങളിലും വിനയത്തോടും വിധേയത്വത്തോടും ദൈവകൃപയോടും കൂടെ നമ്മൾ നടക്കുവാൻ ശ്രമിച്ചാൽ ദൈവം നമ്മെ ഉയർത്തും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. നീതീകരിക്കപ്പെട്ടവനായി. ആരാണ് നീതീകരിക്കപ്പെട്ടത്? ആരാണ് പാപം ക്ഷമിക്കപ്പെട്ടത്? ആരാണ് ഉയർത്തപ്പെട്ടത്? സ്തോത്ര, പാപിയായ മനുഷ്യൻ. കർത്താവ്, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ എന്ന് നിലവിളിക്കുവാൻ മനസ്സുവെച്ച മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. സ്തോത്രം. കർത്താവ് അടുത്ത് പറയുന്ന പദം അതാണ് ഈ ഉപമയുടെ ആകത്തുക. തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. യേശു ഈ ഒരു ഉപമയാണ് അവിടെ, ഈ ഒരു സത്യമാണ് ആ ഉപമയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. തന്നെത്താൻ ഉയർത്തരുത്, തന്നെത്താൻ സ്വയം താഴ്ത്തുക, ദൈവത്താൽ ഉയർത്തപ്പെടും. സ്വയം ഉയർത്തിയാൽ ദൈവത്താൽ താഴ്ത്തപ്പെടും. സ്തോത്രം. തിരുവചനത്തിൽ ഇതിന് ഉദാഹരണമായി അനവധി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ശീമോൻ എന്നൊരു പരീശൻ യേശുവിനെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചു. 36 മുതൽ വായിക്കുമ്പോൾ, പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു എന്ന് അറിഞ്ഞ്
ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി അവനെ ക്ഷണിച്ച പരീശനത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശിമോനെ, നിന്നോടൊന്ന് പറയുവാനുണ്ടെന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. അവിടെ കടം കൊടുക്കുന്നതിനെ കുറിച്ചും കടമിളച്ചു കൊടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നു. അവിടെ നമ്മൾ ചിന്തിച്ചാൽ ഈ ശീമോൻ എന്ന് പറയുന്ന പരീശൻ യേശുവിനെ വീട്ടിൽ ക്ഷണിച്ചു. യേശു അത് പറയുന്നു, നീ എനിക്ക് ചുംബനം തന്നില്ല, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. അപ്പോൾ യേശുവിനെ വീട്ടിൽ ക്ഷണിച്ചു. പക്ഷേ യഹൂദ മര്യാദ പ്രകാരവും യേശുവിന് കൊടുക്കേണ്ടുന്ന ഒരു മാന്യതയും ആ പരീശൻ യേശുവിന് കൊടുത്തില്ല. അവൻ്റെ പാദം കഴുകുവാൻ വെള്ളം കൊടുത്തില്ല. പക്ഷെങ്കിൽ ഒരു പാപിയായ സ്ത്രീ അവിടെ വന്നു. അവൾ യേശുവിൻ്റെ പാദത്തെ ചുംബിച്ചു. യേശുവിൻ്റെ പാദം കഴുകി പരിമള തൈലമൊഴിച്ചു. ക്ഷണിക്കപ്പെട്ടവൻ കുറ്റവാളിയായി നിൽക്കുമ്പോൾ പാപി എന്ന് പറഞ്ഞ് കയറി വന്ന ഒരു സ്ത്രീ നീതീകരിക്കപ്പെട്ടവളായി. ഹല്ലേലൂയ. സ്വയം പുകഴ്ത്തി, ഞാനെന്തിന് യേശുവിൻ്റെ പാദം കഴുകണം, ഞാനല്ല, യേശു അല്ല വലുത്, ഞാനാ വലുത്. ഹല്ലേലൂയ. യേശു അല്ല വലുത്, ഞാനാ വലുതെന്നുള്ള ചിന്തയിലുണ്ടായി. പക്ഷേ പാപിയായ ഒരു സ്ത്രീ അവിടെ യേശുവിൻ്റെ പാദത്തെ കണ്ണീർ കൊണ്ട് നനച്ചു. പ്രിയമുള്ളവരെ, ഒരു കാര്യം ഞാൻ പറയാം. എന്നെ ഈ ഭാഗത്ത് ചിന്തിപ്പിച്ചൊരു കാര്യം, തന്നെ വീട്ടിൽ ക്ഷണിച്ച ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന ബഹുമാനവും മര്യാദയും ചെയ്യാതിരുന്നപ്പോഴും യേശു അത് സഹിച്ചവിടെ ഇരുന്നു. ഞാനോ നിങ്ങളോ ആയിരുന്നുവെങ്കിൽ ചുമ്മാതെ കയറി ചെന്നതല്ലോ, ക്ഷണിച്ചിട്ട് കയറി ചെന്നതല്ലേ, ഇറങ്ങിപ്പോരാ. സ്തോത്രം. യേശു അത് സഹിച്ചവിടെ ഇരുന്നു, അപമാനം സഹിച്ചു. എന്നാൽ അടുത്ത നിമിഷം നടന്ന കാര്യമാണ്. അതിനു വേണ്ടിയാണ് യേശു അവിടെ അപമാനം സഹിച്ചുമിരുന്നത്. നമ്മളെ ഒരു വീട്ടിൽ ക്ഷണിച്ചിട്ട് വേണ്ടുന്ന ഒരു ബഹുമാനം തന്നില്ലെങ്കിൽ നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കും? ക്ഷണിച്ചിട്ട്, സ്തോത്രം. പക്ഷേ യേശു അത് സഹിച്ചു. അതുകൊണ്ടൊരു പാപിക്ക് മാനസാന്തരം ഉണ്ടായി. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ഷൈനി സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന വാത്സല്യ സഹോദരി, തൻ്റെ കുടുംബജീവിതത്തിൽ ഭർത്താവിൻ്റെ മാനസാന്തരം ഉണ്ടാകാത്തത് കൊണ്ട് അനുഭവിക്കുന്ന പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നു. പ്രിയ സഹോദരിയെ കർത്താവ് ആശ്വസിപ്പിക്കുവാൻ, കർത്താവ് തൻ്റെ കുടുംബത്തെ പണിയുവാൻ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ പൂർണ്ണമായ ഒരു വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായും സഹോദരി, ദൈവം അത്ഭുതം പ്രവർത്തിക്കാതിരിക്കത്തില്ല. സ്വയം താഴ്ത്തിയ ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. എന്തുകൊണ്ടാണ് അവൻ നീതീകരിക്കപ്പെട്ടത്? ഒന്ന്, സ്തോത്രം, അവൻ ഒരു പാപിയാണെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ടായി. രണ്ട്, സ്തോത്രം, കരുണ തോന്നുവാൻ യോഗ്യനായവൻ ദൈവം മാത്രമാണെന്നുള്ള ബോധ്യം അവനുണ്ടായി. മൂന്ന്, ആ ദൈവത്തോട് യാചിച്ചാൽ ദൈവത്താലുള്ള നീതീകരണം ലഭിക്കുമെന്നുള്ള ബോധ്യം
ആ മനുഷ്യനുണ്ടായി. പ്രിയമുള്ളവരെ, ഓർക്കുക, സ്തോത്രം, നമുക്ക് സ്വയം നീതീകരിക്കേണ്ട. ഞാൻ നല്ല ശുശ്രൂഷകനാണ്, ഞാൻ നല്ല പാടുന്ന ആളാണ്, ഞാൻ നല്ല പ്രാർത്ഥിക്കുന്നതാണ്, എനിക്ക് ഇന്ന ശ്രേഷ്ഠതകളുണ്ട്, ഞാൻ അവരെ പോലല്ല, ഞാൻ ആ വ്യക്തിയെ പോലല്ല. സ്തോത്രം. നമുക്ക് സ്വയം നീതീകരിക്കേണ്ട, സ്വയം ന്യായീകരണങ്ങൾ പറയേണ്ട. നമ്മുടെ കുറവുകൾ നമുക്ക് ദൈവത്തോട് പറയാം, തെറ്റുകൾ നമുക്ക് ദൈവത്തോട് പറയാം. കാരണം അവൻ കരുണയുള്ള ദൈവമാണ്, കരുണയുള്ള പിതാവാണ്, മനസ്സലിവുള്ള പിതാവാണ്. തെറ്റുകൾ പറഞ്ഞാൽ സ്തോത്രം ക്ഷമ തരുന്ന ദൈവമാണ്. നിങ്ങളുടെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും അതിനെ സ്തോത്രം ഹല്ലേലൂയ മഞ്ഞിനെ പോലെ വെളുപ്പിക്കാമെന്ന് നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ കർത്താവല്ലേ. ആ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ക്ഷമായാചനകൾ നടത്താം, കുറവുകൾ നിരത്താം, നിശ്ചയമായും കരുണ ലഭിക്കും. ഈ ലൈവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെങ്കിലും കഷ്ടതയിലോ വേദനയിലോ പ്രശ്നത്തിലോ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ കരുണയുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായും കരുണ തോന്നും. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത് സമാധാനത്തോടെ ആകണം. അതിനൊറ്റ വഴി ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുക. ഇന്ന് ഈ സമയം ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഒരിക്കലും പരീശനെ പോലെ സ്വയം നീതീകരിച്ചും നമ്മുടെ ശ്രേഷ്ഠതകൾ പറഞ്ഞും നമ്മുടെ പ്രവൃത്തിയുടെ വൈഭവങ്ങൾ വിളമ്പിയും നിൽക്കുവാൻ തയ്യാറാകാതെ ഏത് സമയത്തും കർത്താവിൻ്റെ സന്നിധിയിൽ താഴാം, വിധേയപ്പെടാം, വിനയപ്പെടാം, ക്ഷമയോടെ ജീവിക്കാം. ആ ചുങ്കക്കാരൻ ചെയ്തതുപോലെ ദൂരത്ത് നിന്ന് മാറത്തടിച്ച് സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ, ദൈവമേ പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള താൻ ആരാണെന്നുള്ള ബോധ്യവും ദൈവം ആരാണെന്നുള്ള ബോധ്യവും ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തനിക്ക് എന്ത് ലഭിക്കുമെന്നുള്ള ബോധ്യവും ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച ആ വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ, അവൻ തന്നെത്താൻ താഴ്ത്തിയപ്പോൾ ദൈവത്താൽ ഉയർത്തപ്പെട്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. ദൈവം നമ്മളെ ഉയർത്തട്ടെ. സ്വയം ഉയരുവാൻ നോക്കണ്ട, സ്വയം ഉയരുവാൻ ഓടണ്ട, സ്വയം ന്യായീകരണങ്ങൾ പറയണ്ട. ദൈവവും ഭാഗം നമുക്ക് താഴാം. താഴ്ന്നവരെ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു ആ ഉപമയിൽ കൂടെ ഉദ്ദേശിച്ച സത്യം, ഒരിക്കലും ആരും പ്രാർത്ഥനയിൽ സ്വയം നീതീകരിക്കരുത്. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ആദ്യം നമ്മൾ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയതിനും ശേഷം നമ്മുടെ കുറവുകളെ ദൈവത്തോട് പറയണം, നമ്മുടെ കുറ്റങ്ങളെ ദൈവത്തോട് പറയണം, നമ്മുടെ ബലഹീനതകളെ ദൈവത്തോട് പറയണം. ഇന്ന തെറ്റ് സംഭവിച്ചു പോയി, ഇന്ന വിഷയത്തിൽ എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല, ഇന്ന കാര്യത്തിൽ ഇപ്പോഴും എനിക്കതിൽ തുടരുന്നു, എനിക്കതിനകത്ത് വിജയിക്കാൻ കഴിയുന്നില്ല, എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ എന്ന് നമ്മൾ ദയവുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ആ കർത്താവ് നമ്മളോട് കരുണ തോന്നും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. ദൈവത്തിൽ ഉത്തരം വെളിപ്പെട്ടു. നീതീകരിക്കപ്പെട്ടവനായി ദൈവം നമ്മളെ നീതീകരിക്കട്ടെ. അതിനുവേണ്ടി സഹായിക്കുവാൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഷൈനി സഹോദരിക്ക് വേണ്ടിയും നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ലൈവിൽ തുടരുന്ന എല്ലാ സഹോദരങ്ങളും, നമ്മളിൽ ഒരു വ്യക്തിയായ സഹോദരിയായ നമ്മളാരും ഒരുപക്ഷെ ഇതുവരെയും കണ്ടിട്ടില്ലായിരിക്കാം. ആ സഹോദരിയുടെ കുടുംബജീവിതത്തെ ദൈവം പണിയേണ്ടതിന്, ആ സഹോദരനോട് ദൈവം ഇടപെടേണ്ടതിന്, ഏത് കുറവുകൾ അവരുടെ കുടുംബജീവിതത്തിലുണ്ടെങ്കിലും ദൈവം അതിനകത്തുള്ള പരിഹാരം വെളിപ്പെടുത്തി ഒരു വിടുതൽ അയക്കേണ്ടതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ആ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ച്, കർത്താവേ, ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് പ്രശംസിക്കുവാനൊന്നുമില്ല, പുകഴുവാനൊന്നുമില്ല. പരീശനെ പോലെ ഞങ്ങൾക്കൊന്നും പറയാനില്ലപ്പാ. ഞങ്ങൾക്കൊന്നു മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾ കുറവുള്ളവരാണ്, കുറ്റമുള്ളവരാണ്. എന്നാൽ കർത്താവ് ഞങ്ങളോട് മനസ്സലിയണം, ഞങ്ങളോട് കരുണ തോന്നണം. കർത്താവേ, ഈ രാവിലെ സമയം ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ആത്മീയതയുടെ മുഖം മൂടി അണിഞ്ഞ് സമൂഹത്തിലും സഭകളിലും ആത്മീയ ഗോളത്തിലും പരീക്ഷ ഭക്തരായി ജീവിക്കുവാനല്ലല്ലോ കർത്താവ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ചുങ്കക്കാരനെ പോലെ ഉള്ളത് പറഞ്ഞ് കരുണയ്ക്കായി ദൈവത്തോട് അപേക്ഷിച്ചു.
നീതീകരിക്കപ്പെട്ടവനായി ജീവിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ലൈവിൽ വാച്ച് ചെയ്ത എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാൻ കൃപ ചെയ്യണമേ. പ്രിയ ഷൈനിസസ്സുക്കായ സ്തോത്രം. തൻ്റെ കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും സ്വർഗം മാറ്റം കൊടുക്കണം. തൻ്റെ ഭർത്താവിനൊരു മാനസാന്തരം കൽപ്പിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന് കേൾക്കുവാനിടയാകണം. തൻ്റെ എല്ലാ മാനസിക വ്യതകളും വേദനകളും കർത്താവ് മാറ്റണം. എല്ലാ പ്രശ്നങ്ങളെയും ദൈവം പരിഹരിക്കണമേ. സകലത്തിൻ്റെയും പരിഹാരകൻ അങ്ങാണല്ലോ. പരിഹരിക്കുവാൻ കഴിവുള്ളവൻ അങ്ങ് മാത്രമാണല്ലോ. അങ്ങയുടെ കരം അവിടുന്ന് വെളിപ്പെടണമേ. അങ്ങ് അവരുടെ കുടുംബജീവിതത്തെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ നിലയിൽ അതിനകത്ത് പിശാചിൻ്റെ അവകാശവും അധികാരവും ഉണ്ടോ അതെല്ലാം ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്ന കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കൃപ വ്യാപരിക്കണമേ. ലൈവിൽ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ കേട്ട വചനം പോലെ ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും വിധേയത്വത്തോടും കൂടെ ജീവിപ്പാൻ, സ്വയം ഉയർത്തുവാനല്ല ദൈവത്തെ ഉയർത്തുവാൻ, സ്വയം കുറ്റങ്ങളേറ്റു പറഞ്ഞ് ദൈവത്തോട് ക്ഷമായാചന നടത്തുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണം. ദൈവത്താലുള്ള നീതീകരണം പ്രാപിക്കുവാൻ, ദൈവത്താൽ ഉയർത്തപ്പെടുവാൻ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ സ്വർഗം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ലൈവിൽ വാച്ച് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് സ്വയം വിധേയപ്പെടാം, സ്വയം താഴ്ത്താം. ദൈവത്താലുള്ള ഉയർച്ച നമ്മെ തേടി വരും. നിശ്ചയമായും അവരനുഭവത്തിൽ ജീവിക്കാം. ഈ വചനങ്ങളാൽ സർവശക്തൻ സർവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.